ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, മഹാപരിശുദ്ധനായ ഓമല്ലൂർ ബാവായുടെ തിരുമധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. മലങ്കരയാവയലിൽ ശാന്തി വിതച്ചിടുവാൻ കടലു കടന്നവനെ, കണ്ണീർമണികൾ കൊയ്തവനെ, കരളുതകർന്ന് മരിച്ചവനെ, മഞ്ഞിനിക്കരയാം മലമുകളിൽ വിശ്രമമരുളും മോറാനെ, ഓർക്കണമേ ഞങ്ങളെ എന്നാളും, വാഴ്ത്തണമേ ഞങ്ങളെ എന്നാളും. ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 43-ാമത്തെ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി അന്നദാനമെന്ന് പറയുന്ന മഹത്തായ ദാനത്തെക്കുറിച്ചാണ് ഇന്ന് ചിന്തിക്കുന്നത്. മരിച്ചുപോയ കേവലം 12 വയസ്സ് മാത്രമുള്ള ഒരു ബാലികയ്ക്ക് ജീവൻ തിരികെ നൽകിയ ശേഷം കർത്താവായ യേശു പറഞ്ഞത് അവൾക്ക് ഭക്ഷണം കൊടുക്കാനാണ്. അപ്പോൾ ദൈവം മനുഷ്യരെ പാർപ്പിച്ചിട്ടുള്ള ഭവനമാണ് ഈ ഭൂമി. ഈ ഭൂമിയിൽ ഒരു വ്യക്തി പോലും ആഹാരം കിട്ടാതെ മരിക്കാൻ ഇടയാകരുത് എന്ന വിധമാണ് ദൈവം ഭൂമിയെ സമ്പൂർണമായിട്ട് സംവിധാനം ചെയ്ത് ക്രമീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, യേശു പഠിപ്പിച്ച ഏക പ്രാർത്ഥന എന്ന് പറയുന്നത് കർത്തൃ പ്രാർത്ഥനയാണ്. ഈ കർത്തൃ പ്രാർത്ഥനയിൽ ഒരേയൊരു ഭൗതിക ആവശ്യം ആഹാരമാണെന്ന സത്യം നമ്മൾ മറക്കുവാൻ പാടില്ല. അപ്പം മനുഷ്യന് ഭക്ഷണം ഉറപ്പാക്കുക എന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടാണെന്ന് യേശു പഠിപ്പിച്ച ഏക പ്രാർത്ഥനയായ കർത്തൃ പ്രാർത്ഥനയിലൂടെ ഓരോ ദിവസവും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ മനുഷ്യാവതാരം പോലും അന്നവുമായി ബന്ധമുള്ളതാണ്. അപ്പത്തിൻ്റെ നാടായ, അപ്പത്തിൻ്റെ വീടായ ബേത്ലഹേമിലാണ് യേശു ജനിച്ചത്. അതിനാൽ ആർക്കെങ്കിലും അന്നം നിഷേധിച്ചുകൊണ്ട് ദൈവാരാധന അസാധ്യമാകും. സന്ദർഭവശാൽ ഓർക്കുകയാണ്, മുളന്തുരുത്തിയിൽ ഒരു ജെറിയാട്രിക് ഹോമുണ്ട്. ബെത്ലഹേം എന്നാണ് ജെറിയാട്രിക് ഹോമിൻ്റെ പേര്. അപ്പോൾ ബെത്ലഹേം എന്ന വാക്യത്തിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ വീട് എന്നാണ്, അപ്പത്തിൻ്റെ ഭവനം എന്നാണ്. അപ്പോൾ ബെത്ലഹേം എന്ന ആ പേരിൻ്റെ അർത്ഥം അന്വർത്ഥമാക്കുന്ന നിലയിൽ മുളന്തുരുത്തിയിലുള്ള ബെത്ലഹേം ജെറിയാട്രിക് ഹോമിൻ്റെ പുറം മതിലിൽ ഒരു പരസ്യം എഴുതി വച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. വിശക്കുന്നവർക്ക് ആഹാരത്തിനായി ഏത് സമയത്തും ഏത് ദിവസവും ജെറിയാട്രിക് ഹോമിലേക്ക് ജാതി മത ഭേദമന്യേ സ്വാഗതം. അപ്പോൾ വിശക്കുന്നവർക്ക് അപ്പം കൊടുക്കുക, വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക എന്ന ആ ഒരു മഹത്തായ അന്നദാനത്തെ ദൈവീകമായ ആരാധനയാക്കിയവരിൽ പ്രമുഖരായ അനേകം ആളുകൾ സമൂഹത്തിലുണ്ട്.
ക്രൈസ്തവ സഭകളിലുണ്ട്. എന്നാൽ ആ പ്രമുഖരായ വ്യക്തികളിൽ അറിയപ്പെടുന്ന ദൈവ തിരുസന്നിധിയിൽ അച്ചടക്കത്തോടുകൂടി നിശബ്ദമായിട്ട് ദൈവാരാധന നിർവഹിക്കുന്ന ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട മൂക്കനോട്ടിൽ അനിലച്ചൻ. അതുപോലെ തന്നെ കോട്ടയം കേന്ദ്രമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നവജീവൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ ബ്രദർ തോമസ്. അപ്പം ഇങ്ങനെയുള്ളവരെ ദൈവം എടുത്ത് ഉപയോഗിക്കുമ്പോൾ സമൂഹ ജീവി എന്നുള്ള നിലയിൽ, ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മുടെ ചുമതലയും ബാധ്യതകളും കടമകളും വർദ്ധിക്കുകയാണ്. ചുറ്റുവട്ടത്ത് അത്താഴപ്പട്ടിണിക്കാർ ഇല്ലെന്ന് ഉറപ്പാക്കി വിളക്ക് അണച്ച് കിടന്നുറങ്ങിയിരുന്ന പൂർവികർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അത്താഴപ്പട്ടിണിക്കാർ ആരെങ്കിലും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചിരുന്ന ഒരു കാലഘട്ടം നാം ജീവിക്കുന്ന ഈ കേരളീയ സമൂഹത്തിലുണ്ടായിരുന്നു. അത്താഴപ്പട്ടിണിക്കാർ ഇല്ലെന്ന് ഉറപ്പാക്കി വിളക്ക് അണയ്ക്കുന്ന കുടുംബങ്ങൾക്കാണ് സമാധാന ഉറക്കത്തിന് അവകാശമുള്ളത്. അവരെപ്പോലെയുള്ളവരാണ് ഏത് സന്ദർഭത്തിലും രാത്രിയിൽ ശാന്തമായി സമാധാനമായി ഉറങ്ങിയിരുന്നത്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 45-46 വാക്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. തിരുവചനത്തിൽ ആരാണ് വിശ്വസ്തൻ, തിരുവചനത്തിൽ വിവേകി ആരാണെന്ന് ഈ വേദഭാഗത്ത് പറഞ്ഞ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ സഹജീവികൾക്ക് കൃത്യമായ സമയത്ത് ഭക്ഷണം കൊടുക്കുന്നവന്, വിശക്കുന്നവർക്ക് കൃത്യമായ സമയത്ത് ഭക്ഷണം കൊടുക്കുന്നവനെയാണ് ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 45-46 വാക്യങ്ങളിലൂടെ സത്യവേദപുസ്തകം പ്രഘോഷിക്കുന്നത്. അവനാണ് വിശ്വസ്തൻ, അവനാണ് വിവേകി. അപ്പോൾ നമ്മുടെ ഈ സാമൂഹ്യ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ ജീവിതം നയിക്കുന്ന വിശ്വാസി സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ കടമയാണ്, ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ് വിശക്കുന്ന വയറുകൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്നത്. ശുദ്ധമുള്ള മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 43-ാമത്തെ വാക്യത്തിൽ നമ്മൾ തുടങ്ങി വച്ചത് ഇപ്രകാരമാണ്: മരിച്ചുപോയ 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലികയ്ക്ക് യേശു ജീവൻ തിരിച്ചു നൽകി. ആ ജീവൻ തിരിച്ചു നൽകിയതിന് ശേഷം യേശു പറയുന്നത് അവൾക്ക് ഭക്ഷണം കൊടുക്കുവാനാണ്. അതിൻ്റെ അർത്ഥം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനിവാര്യമായിരിക്കുന്ന 3 കാര്യങ്ങളാണ്: ആഹാരം, വസ്ത്രം, പാർപ്പിടം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആഹാരമാണെന്ന് തിരിച്ചറിയണം. വിശപ്പിൻ്റെ വിളിയാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ അസഹനീയമായ വേദന എന്ന് തിരിച്ചറിഞ്ഞ് വിശക്കുന്ന വയറുകൾക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് തിരുവചനം ആഗ്രഹിക്കുന്ന പ്രകാരം ദൈവ തിരുസന്നിധിയിൽ വിശ്വസ്തനായിട്ട് വിവേകിയായിട്ട് ജീവിക്കുവാൻ നിങ്ങൾക്കും എനിക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.